നാട്ടുസഞ്ചാരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോഴുള്ളത് നെതർലാൻഡിൻ്റെ തലസ്ഥാനമായ ആംസ്റ്റർഡാമിലാണ്. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ നിർത്തിയത് ആംസ്റ്റർഡാമിലുള്ള ഒരു ചീസ് ഫാക്ടറിയിൽ വെച്ചാണ്. ഫാക്ടറിക്കുള്ളിലെ കാഴ്ചകൾ കണ്ട് പോകാനായി പുറത്തിറങ്ങിയപ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. വളരെ പ്രായമായ കുറേ വയോജനങ്ങൾ ഇവിടെ കാണാനായി വീൽ ചെയറുകളിലും മറ്റും ഇവിടെ എത്തിയിട്ടുണ്ട്. ഏതോ ഒരു സംഘടനയുടെ നേതൃത്വത്തിലാണ് അവരുടെ എത്തിയതെന്ന് തോന്നുന്നു. യൂറോപ്പിൽ മിക്കയിടത്തും അങ്ങനെയാണ്. വയോജനങ്ങൾക്ക് സർക്കാർ തന്നെ സംരക്ഷണം നൽകും. സീനിയർ സിറ്റിസന്റെ സംരക്ഷണം വളരെ പ്രാധാന്യത്തോടെയാണ് പാശ്ചാത്യ രാജ്യങ്ങൾ കാണുന്നത്. ഇനി നമ്മൾ പോകുന്നത് നെതർലാൻഡിൻ്റെ മറ്റൊരു ഐക്കോണിക് അട്രാക്ഷനായ വിൻഡ് മില്ല് കാണാനാണ്. ഇവിടെ അടുത്തു തന്നെയാണ് ആ വിൻഡ് മില്ലുള്ളത്. ആ കാണുന്നതാണ് വിൻഡ് മിൽ. ഇത് കാറ്റുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വാട്ടർ പമ്പാണ്. സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്നു കിടക്കുന്ന നെതർലാൻഡിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് സംരക്ഷിക്കാനായി ഫലപ്രദമായി ഉപയോഗിച്ചിരുന്ന ഒരു വിദ്യയാണ് ആ വിൻഡ് മിൽ. ഇതിനെ വിൻഡ് പമ്പ് എന്നും പറയും. ഒഴുക്കില്ലാതെ നിശ്ചലമായി നിൽക്കുന്ന കനാലിലെ വെള്ളം ഒഴുക്കി വിടുന്നതിനായി ആണ് ഇത് ഉപയോഗിക്കുന്നത്. നമ്മുടെ നാട്ടിൽ കുട്ടനാട്ടിലും മറ്റും ഉപയോഗിച്ചിരുന്ന കാലുകൊണ്ട് ചവിട്ടി കറക്കുന്ന വാട്ടർ വീലിൻ്റെ മറ്റൊരു പതിപ്പാണിത്. ഇതിൽ കാലുകൊണ്ട് ചവിട്ടി വീലുകൾ കറക്കുമ്പോൾ വിൻഡ് മില്ലിൽ കാറ്റുപയോഗിച്ചാണ് വീലുകൾ കറക്കുന്നത്. ഇതൊരു കൂറ്റൻ സ്ട്രക്ചറാണ്. ടൂറിസ്റ്റുകൾക്ക് അകത്തു കയറി കാണാൻ അനുവാദമുള്ള പമ്പുകളിൽ പെട്ടതല്ല ഇത്. അത്തരം വളരെ കുറച്ച് വിൻഡ് മില്ലുകൾ മാത്രമേ ഇന്ന് ആംസ്റ്റർഡാമിലുള്ളൂ. നിർഭാഗ്യവശാൽ നമ്മൾ വന്നത് അത്തരമിടത്തേക്കല്ല. ഇതിലുള്ള കൂറ്റൻ ചിറകുകൾ കാറ്റിൻ്റെ ശക്തിയിൽ കറങ്ങുകയും അതിലൂടെ ലഭിക്കുന്ന എനർജി അതിനോടൊപ്പം ഘടിപ്പിച്ചിട്ടുള്ള വാട്ടർ വീലിനെ കറക്കുകയും വെള്ളം തള്ളി മുമ്പോട്ട് നീക്കുകയും ചെയ്യും. പല രാജ്യങ്ങളും ഇത്തരം വിൻഡ് മില്ലുകൾ ഉപയോഗിച്ചിരുന്നു. എങ്കിലും വെള്ളപ്പൊക്കത്തെ ഫലപ്രദമായി നേരിടാൻ ഈ വിദ്യ വിജയകരമായി പ്രയോഗിച്ചത് ഈ ഡച്ചുകാരാണ്. ഇത്തരം 10,000-ഓളം വിൻഡ് മില്ലുകളാണ് നെതർലാൻഡിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അതിപ്പോൾ 1000 എണ്ണത്തിൽ താഴെ മാത്രമേ ഉള്ളൂ. അതും ടൂറിസം പർപ്പസിനായാണ് ഇപ്പോൾ പ്രധാനമായും ഉപയോഗപ്പെടുത്തുന്നത്. ഈ വിൻഡ് മില്ലിലെ ആ ലീഫുകളുടെ സ്റ്റാൻഡിംഗ് പൊസിഷൻ അനുസരിച്ച് ചില ഫലങ്ങൾ ഇവിടെ മിത്തായി പ്രചാരത്തിലുണ്ട്. അത് ഗൈഡ് പറയും. Camera there, look. You see the wicks, you see the... So now it's standing like here. That means short rest. Now a short rest. You see? If it's like this, long rest. If it's like this, somebody die. If it's like them, party. Somebody get married or baby born. But now it's just short rest. ഈ കാണുന്നത് വിൻഡ് മില്ലുമായി ബന്ധപ്പെട്ട ഒന്നല്ല. ഇത് ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് VCB ആണ്. ഈ കാണുന്നതാണ് വിൻഡ് മിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഈ രാജ്യം മെയ് 11 നാഷണൽ വിൻഡ് മില്ല് ഡേ ആയി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ദിവസം ഇവിടെ പൊതു അവധിയാണ്. ഇത്തരം മില്ലുകൾ ഇവിടുത്തുകാർ പണ്ടുകാലത്ത് തടി അറക്കുന്നതിനും ഉപയോഗിച്ചിരുന്നു. വിൻഡ് മില്ലൊക്കെ കണ്ട് യാത്ര തുടരുകയാണ്. ഈ കാണുന്ന പശുക്കളാണ് ഡച്ച് പശുക്കൾ. ഇത്തരം പശുക്കളെയാണ് ഇവർ പാലിനായി വളർത്തുന്നത്. ഇവിടെ ഒരു ചെറിയ ഗ്രാമമാണ്. ഇവിടുത്തെ വീടുകൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ കാണുന്ന പശുക്കൾ പല പല ബ്രീഡുകളിലുള്ളവയാണ്. ഈ കാണുന്നത് ഒരു മ്യൂസിയമാണ്. നമ്മൾ തിരികെ ആംസ്റ്റർഡാം സിറ്റിയിലെത്തി. ഇതിവിടുത്തെ പോർട്ട് ഏരിയയാണ്. നമ്മൾ ലഞ്ചിനായി വണ്ടി നിർത്തി
പക്ഷേ ലഞ്ച് ബുക്ക് ചെയ്തിട്ടുള്ള സമയമായില്ല. ഇനിയും അരമണിക്കൂർ ബാക്കിയുണ്ട്. ഇവിടെ യൂറോപ്പിൽ നമ്മൾ ഫുഡ് ബുക്ക് ചെയ്ത സമയത്ത് തന്നെ എത്തണം. അതിന് മുമ്പോ പിമ്പോ എത്തിയാൽ ഭക്ഷണം കിട്ടില്ല. എന്തായാലും സമയം ബാക്കിയുണ്ട്. അതുകൊണ്ട് ഈ തെരുവിലൂടെ ഒന്ന് നടക്കാമെന്ന് തീരുമാനിച്ചു. ഈ തെരുവിൽ തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് ലഞ്ച് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ നടക്കുമ്പോൾ ഫുട്പാത്തിലൂടെ മാത്രമേ നടക്കാവൂ, അല്ലെങ്കിൽ സൈക്കിൾ ഇടിക്കും. ഇവിടെ മറ്റൊന്നിനെയും പേടിക്കേണ്ട, പക്ഷെ സൈക്കിളുകളെ പേടിക്കണം. വഴിയുടെ ഇരുവശവും കച്ചവട സ്ഥാപനങ്ങളാണ്. കാഴ്ചകൾ കണ്ടു നടക്കാൻ നല്ല രസമുണ്ട്. ഈ തെരുവ് എന്തിനോ വേണ്ടി അലങ്കരിക്കുന്നുണ്ട്. റോഡിൽ കുറുകെ ചില പ്രത്യേകതരം മാലകൾ പോലുള്ള ഒന്ന് പ്രത്യേക രീതിയിൽ കെട്ടുന്നുണ്ട്. ക്രെയിൻ ഉപയോഗിച്ച് ഇരുവശത്തുമുള്ള കെട്ടിടങ്ങളിലാണ് അവ കെട്ടുന്നത്. ഇതിനിടയിൽ ഞങ്ങളുടെ ലഞ്ച് കഴിഞ്ഞു. ഇനി ഞങ്ങൾ പോകുന്നത് കനാൽ ക്രൂയിസിനാണ്. ഇത്തരം ഔട്ട്ഡോർ കോഫി ഷോപ്പുകൾ ഇവിടെ ഏത് സ്ട്രീറ്റിലും ഉണ്ട്. ഇത്തരം സ്ഥലങ്ങൾ വൈകുന്നേരമായാൽ വളരെ സജീവമാകും. ഇത് കണ്ടോ, ഒരു കുഞ്ഞൻ കാർ. ഏത് കമ്പനിയുടേതാണെന്നറിയില്ല. ഒരു ഇലക്ട്രിക്കൽ വെഹിക്കിൾ ആകാനാണ് സാധ്യത. അതിനിടയിൽ ഇത്തരം തമാശകളും ഉണ്ട്. ഇവിടെ ഇങ്ങനെയാണ് തെരുവോരത്തിരുന്ന് പരസ്യമായി ബിയർ കുടിക്കാൻ. ബിയർ മാത്രമല്ല, മറ്റ് ഹോട്ട് ഡ്രിങ്ക്സുകളും ഇവിടെ കിട്ടും. പക്ഷെ ഇവിടുത്തുകാർക്ക് പ്രിയം ബിയറാണ്. സൈക്കിളിൽ വന്ന് ബിയറൊക്കെ കുടിച്ച് തിരികെ പോകുമ്പോൾ ഇവിടുത്തെ പോലീസ് ആരെയും ഊതിക്കില്ല. ഇവിടങ്ങളിൽ മദ്യപാനവും മദ്യവിൽപ്പനയും കുറ്റകരമല്ല. കേരളത്തിൽ മദ്യവിൽപ്പന കുറ്റകരമല്ല എങ്കിലും മദ്യപാനം കുറച്ച് കുറ്റകരമാണ്. എത്ര സുന്ദരമായ ആചാരം! സമയം ധാരാളമുണ്ട്. അതുകൊണ്ട് കടകളിൽ കയറി ഓരോന്ന് വില ചോദിക്കാമെന്ന് കരുതി കയറിയതാണ്. നടന്നൊരു ബ്രിഡ്ജിലെത്തി. എത്ര സുന്ദരമായ ബ്രിഡ്ജ്! ഇവിടെ റോഡ് ക്രോസ് ചെയ്യുന്നത് വളരെ സൂക്ഷിച്ചു വേണം. സൂക്ഷിച്ചില്ലെങ്കിൽ സൈക്കിൾ ഇടിച്ചു മരിച്ചു എന്ന് പത്രങ്ങളിൽ വരും. കാറടിച്ചു മരിച്ചു എന്നാണെങ്കിൽ വലിയ കുഴപ്പമില്ലായിരുന്നു. അതാണ് ഇവിടുത്തെ സൈക്കിൾ സംസ്കാരം. എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെയുള്ള സൈക്കിൾ യാത്രക്കാർക്ക് പെഡസ്ട്രിയനോടും മറ്റു വാഹന യാത്രക്കാരോടും പരമപുച്ഛമാണ് എന്നാണ്. അവരുടെ സൈക്കിൾ യാത്ര കണ്ടാൽ അങ്ങനെയേ തോന്നും. ഇതൊരു സ്ലൂയിസ് അറേഞ്ച്മെന്റ് ആണ്. വെള്ളത്തിന്റെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്നതിനുള്ള ഒരു സംവിധാനം. VCB എന്നാണ് ഈ സംവിധാനത്തിന്റെ പേര്. വെന്റഡ് ക്രോസ് ബാർ, അതാണ് ഫുൾ നെയിം. നമ്മുടെ നാട്ടിലും VCBകളുണ്ട്. അത് മാനുവലി ഓപ്പറേറ്റഡ് ഷട്ടേഴ്സ് ഉള്ളവയാണ്. ഇത് മെക്കാനിക്കലി ഓപ്പറേറ്റഡ് VCB ആണ്.
കാഴ്ചകൾ കണ്ട് സാവധാനത്തിലാണ് യാത്ര. ഇനിയും ധാരാളം സമയമുണ്ട് കനാൽ ക്രൂയിസിനായി. അതിന് തൊട്ടടുത്ത് തന്നെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. ആ കാണുന്നത് ഐബിസ് ഹോട്ടലാണ്. തൊട്ടടുത്തായി ഒരു ഹൈറൈസ് ബിൽഡിങ്ങിന്റെ നിർമ്മാണം നടന്നു വരുന്നു. അതും ഒരു ഹോട്ടലാകാനാണ് സാധ്യത. ആ കാണുന്നത് ഒരു ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ ഓഫീസ് സമുച്ചയമാണ്. 1843 ആ കെട്ടിടം പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഡച്ച് ഭാഷയിലാണ് അത് എഴുതിയിട്ടുള്ളത്. ഇത് ടാറ്റു ചെയ്യുന്ന ഒരു സ്ഥാപനത്തിന്റെ മുൻഭാഗത്ത് ഇരിക്കാനിട്ടിരിക്കുന്ന കസേരകളാണ്. കനാൽ ക്രൂയിസിന് സമയമായി വരുന്നു. അതിന് തൊട്ടടുത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. സിറ്റി സെന്ററിനടുത്താണ് ബോട്ട് ജെട്ടിയുള്ളത്. സെൻട്രൽ സ്റ്റേഷന് എതിർവശത്തായി ധാരാളം ഹോട്ടലുകളുണ്ട്. ആ കാണുന്നത് ആർട്ട് ഹോട്ടൽ എന്ന ഹോട്ടലാണ്. അതിൻ്റെ നടത്തിപ്പ് റാഡിസൺ ഹോട്ടൽ ഗ്രൂപ്പിനാണ്. ഇവിടെ സൈക്കിൾ കഴിഞ്ഞാൽ ആളുകൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ട്രാൻസ്പോർട്ട് സിസ്റ്റമാണ് ട്രാമുകൾ. ഇത് കൂടാതെ പബ്ലിക് ബസ് സർവീസും ഇവിടെ ഫലപ്രദമായി ഉപയോഗിച്ചു വരുന്നു. GVB എന്നാണ് ബസ് കമ്പനിയുടെ പേര്. അതുപോലെ മെട്രോ ട്രെയിൻ സർവീസും ഇവിടെ ഫലപ്രദമായ ഒരു ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റമാണ്. ലവേഴ്സ് എന്ന കമ്പനിയുടെ ക്രൂയിസാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. ചെറിയ മഴയുണ്ട്. കാഴ്ചകൾ തടസ്സപ്പെടുമോ എന്ന് സംശയിക്കുന്നു. എന്നാലും നമ്മുടെ യാത്രയ്ക്കുള്ള സമയമായി. ഞങ്ങളിപ്പോൾ ബോട്ടിനുള്ളിലാണുള്ളത്. ഇത് ഒരു പ്രത്യേകതരം ബോട്ടാണ്. മുൻഭാഗത്തും വശങ്ങളിലെല്ലാം തന്നെ ഗ്ലാസുകളാണ്. പക്ഷെ കാഴ്ച തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. മഴ വകവയ്ക്കാതെ ഞാൻ വശത്തെ ഗ്ലാസ് നീക്കി. അല്ലാതെ കാഴ്ചകൾ പകർത്താൻ കഴിയില്ല. ഈ കാണുന്നതാണ് ആംസ്റ്റർഡാം സെൻട്രൽ സ്റ്റേഷൻ. ഇതൊരു മൾട്ടിപ്പിൾ സ്റ്റേഷനാണ്. അതായത് ഇതൊരു റെയിൽവേ സ്റ്റേഷൻ മാത്രമല്ല, മെട്രോയും ബസ്സും ട്രാമും വാട്ടർ മെട്രോയും ഒക്കെ കൂടിയുള്ളൊരു ഹബ്ബ്. പല തട്ടുകളായാണ് ഇതുള്ളത്. ഓരോ നിലയിലും ഓരോ ട്രാൻസ്പോർട്ടിംഗ് സ്റ്റേഷനാണ്. 1889 ഇത് പണിതത്. ഗോത്തിക് സ്റ്റൈലിലാണ് ഇതിൻ്റെ നിർമ്മാണം. 2018 ഇത് ഇന്ന് ഈ കാണുന്ന തരത്തിൽ റിനോവേറ്റ് ചെയ്തത്. ഈ കെട്ടിടത്തിന് 695 മീറ്റർ നീളമുണ്ട്. ഇവിടെ നിന്ന് ഫെറി സർവീസും ബസ് സർവീസും ട്രാം സർവീസും ഒക്കെ ഉണ്ട്. ആകാശത്ത് കൂടെയുള്ള ട്രാൻസ്പോർട്ടേഷൻ ഒഴികെ ബാക്കിയെല്ലാം. ഇവിടെ നിന്നും ഇൻ്റർനാഷണൽ ട്രെയിൻ സർവീസും ബസ് സർവീസും ഉണ്ട്. ഈ ഹബ്ബ് ദിവസവും 1,92,000 പേർ ഉപയോഗപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ സ്വീകാര്യത നമുക്ക് ഊഹിക്കാം. 2003 ഇതിൻ്റെ പുതുക്കിപ്പണി തുടങ്ങി. 2008 ആയപ്പോഴേക്കും എസ്റ്റിമേറ്റ് തുക 3 ഇരട്ടിയായി മാറി. കൂടാതെ ഇതിൻ്റെ പുനരുദ്ധാരണം കാരണം സിറ്റി സെൻറ്ററിലുള്ള മറ്റു കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുമോ എന്ന ഭയവും ജനങ്ങൾക്കുണ്ടായി. ഇക്കാരണങ്ങൾ കൊണ്ട് പലപ്പോഴും ഇതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വന്നു. ഒടുവിൽ 2018 ആ പുനരുദ്ധാരണം പൂർത്തിയാക്കി ഈ കാണുന്ന രീതിയിലാക്കിയത്.
GVB ട്രാം ബസ് സ്റ്റേഷനാണ് ആ കാണുന്നത്. ആ കാണുന്നത് മെട്രോ സ്റ്റേഷനോടനുബന്ധിച്ചുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ്. ഡബിൾ ട്രീ എന്ന ഹോട്ടലാണ് ആ കാണുന്നത്. ഹിൽട്ടൺ ഗ്രൂപ്പിൻ്റെതാണ് ആ ഹോട്ടൽ. ഇതാണ് ഹോട്ടലിൻ്റെ മുൻഭാഗം. മുമ്പിലും പുറകിലും വശങ്ങളിലുമൊക്കെ കനാലാണ്. വേണമെങ്കിൽ ഒരു ഐലൻഡ് ഹോട്ടൽ എന്ന് പറയാം. ആ കാണുന്നതും ഹോട്ടലുകളാണ്. ഈ കാണുന്നത് ഒരു ചൈനീസ് ഹോട്ടലാണ്. ഇത് പൂർണ്ണമായും കനാലിലാണ് പണിതിരിക്കുന്നത്. ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് മാതിരിയുണ്ട്. 1986 ഇതിവിടെ ആരംഭിച്ചത്. ധാരാളം ചൈനീസ് റെസ്റ്റോറൻറ്റുകൾ ഈ നഗരത്തിൻ്റെ പല ഭാഗത്തുമുണ്ട്. ചൈനയുടെ തനത് ശൈലിയിലാണ് ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ആ കാണുന്നത് ഒരു ജാപ്പനീസ് ഹോട്ടലും റെസ്റ്റോറൻറ്റുമാണ്. മോജോ ജാപ്പനീസ് കിച്ചൺ, അതാണ് അതിൻ്റെ പേര്. ആ കാണുന്നത് ഒരു മ്യൂസിക് സ്കൂളാണ്. കൺസർവേറ്റോറിയം വാൻ ആംസ്റ്റർഡാം, അതാണ് ആ സ്ഥാപനത്തിൻ്റെ പേര്. ഇത് ആംസ്റ്റർഡാം യൂണിവേഴ്സിറ്റി ഓഫ് ആർട്സിൻ്റെ കീഴിലുള്ള ഒരു മ്യൂസിക് സ്കൂളാണ്. ആ കാണുന്നത് Booking.comൻ്റെ ആസ്ഥാന മന്ദിരമാണ്. Booking.comൻ്റെ യൂറോപ്പിലെ ഹെഡ്ക്വാർട്ടേഴ്സ് ആംസ്റ്റർഡാമിലാണ്. ആ ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ ഓഫീസാണ് ആ കാണുന്നത്. ആ ഷിപ്പ് മാതൃകയിൽ കാണുന്നത് ഒരു മ്യൂസിയമാണ്, നെമോ സയൻസ് മ്യൂസിയം. ഇതേക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇതിന് 5 നിലകളുണ്ട്. ആ കാണുന്ന ബ്രിഡ്ജ് കണ്ടോ? അത് ഉയർത്താനും താഴ്ത്താനും കഴിയുന്ന തരത്തിലുള്ള ഒന്നാണ്. കനാലിലൂടെ ഉയരമുള്ള ബോട്ടുകൾ പോകുമ്പോൾ ആ റോഡ് ഉയർത്തി വഴിയൊരുക്കി കൊടുക്കും. ആ കാണുന്ന റോഡിലൂടെയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ യാത്ര ചെയ്തത്. ഇവിടെ കനാലുകൾ നീളയും കുറുകയും ഉണ്ട്. 100 കിലോമീറ്ററോളം നീളത്തിലാണ് ഇവിടെ കനാലുകൾ ഉള്ളത്. റോഡ് നെറ്റ്വർക്ക് പോലെ തന്നെയാണ് ഇവിടെ കനാൽ നെറ്റ്വർക്കും ഉള്ളത്. ഈ കാണുന്നതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ വിശദീകരിച്ച ഓപ്പറ ആൻഡ് ബാലറ്റ് എന്ന സ്ഥാപനം. ഇതൊരു പെർഫോം തിയേറ്ററാണ്. ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് ഇവിടുത്തെ ഒരു പ്രധാന ബ്രിഡ്ജിനടിയിലൂടെയാണ്. ബലവ് ബ്രോഗ്, അതാണ് ഈ ബ്രിഡ്ജിൻ്റെ പേര്. ബ്രോഗ് എന്നാൽ ബ്രിഡ്ജ് എന്നർത്ഥം. ഇതിൻ്റെ പ്രധാന അട്രാക്ഷൻ ആ തെരുവ് വിളക്കുകളാണ്.
ആ കാണുന്നതാണ് ഇവിടുത്തെ മറ്റൊരു പേരുകേട്ട ബ്രിഡ്ജ്, മെഗറെ ബ്രോ. അതാണ് ആ ബ്രിഡ്ജിന്റെ പേര്. ഇതും ഒരു മൂവബിൾ ബ്രിഡ്ജാണ്. ആവശ്യമുള്ളപ്പോൾ ഓപ്പൺ ചെയ്യാൻ കഴിയുന്ന ഒന്ന്. അതിനുള്ള അറേഞ്ച്മെന്റ്സ് ആണ് ആ കാണുന്നത്. അത് കണ്ടോ, ഇങ്ങനെയാണ് ഇത്തരം തെരുവോരത്തുള്ള കെട്ടിടങ്ങളുടെ മുകൾ നിലയിലേക്ക് ഹെവി ആയിട്ടുള്ള സാധനങ്ങൾ കയറ്റുന്നത്. ഇത് കണ്ടോ, ഒരു സീരീസ് ഓഫ് ആർച്ച് ബ്രിഡ്ജസ്. 1 2 3 4 അങ്ങനെ പോകുന്നു. അത് വളരെ സാവധാനത്തിലാണ് നമ്മുടെ ബോട്ട് നീങ്ങുന്നത്. ഇവിടെ ഉപയോഗിക്കുന്ന മിക്കവാറും എല്ലാ ബോട്ടുകളും ഇലക്ട്രിക് ബോട്ടുകളാണ്. അതുകൊണ്ട് തന്നെ പൊല്യൂഷൻ വളരെ കുറവാണ്. ഇതാണ് VCB അറേഞ്ച്മെന്റ്, കനാലിലെ വെള്ളം നിയന്ത്രിക്കുന്നതിനുള്ള ഒരു സംവിധാനം. ഇവിടെ പല കനാലിലും പല ഹൈറ്റിലാണ് ജലനിരപ്പുള്ളത്. അവയുടെ ഹൈറ്റ് നിയന്ത്രിക്കുന്നതിനാണ് VCBകൾ ഉപയോഗിക്കുന്നത്. ക്രൂയിസ് യാത്ര അവസാനിപ്പിച്ച് നമ്മൾ തിരികെ ബോട്ട് ജെട്ടിയിലെത്തി. മഴ കാരണം ആ ദൃശ്യങ്ങളൊന്നും പകർത്താൻ കഴിഞ്ഞില്ല. ഇപ്പോൾ നമ്മൾ ആംസ്റ്റർഡാം സെൻട്രൽ സ്റ്റേഷന്റെ ഉൾഭാഗം കാണാൻ പോവുകയാണ്. റെയിൽവേ സ്റ്റേഷനിൽ കടക്കുന്നതിന് ടിക്കറ്റ് എടുക്കണം. എന്നാൽ താഴെ നിലയിലുള്ള ഷോപ്പിംഗ് സെന്ററിൽ കയറാൻ ടിക്കറ്റ് വേണ്ട. ഇതിന് പല നിലകളുണ്ടെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അതിൽ ഇടയ്ക്കുള്ളൊരു നിലയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെയാണ് വാട്ടർ മെട്രോ സ്റ്റേഷനും ഉള്ളത്. ഇതിനടിയിലും മുകളിലും നിലകളുണ്ട്. അതിമനോഹരമായാണ് ഇവിടം ഒരുക്കിയിട്ടുള്ളത്. ലോകത്തുള്ള മിക്കവാറും എല്ലാ ബ്രാൻഡഡ് ഐറ്റവും ഇവിടെ ഉണ്ട്. ഇവിടെ കണ്ട ഒരു കാര്യം, ഇതിന്റെ മേൽക്കൂര മിറർ പാകിയതാണ്. നമ്മളെ തന്നെ തല കീഴായി കാണാം. ഇവിടെ വളരെ മോഡേൺ രീതിയിലുള്ള വാഷ്റൂം ഫെസിലിറ്റി ഉണ്ട്. അത്തരം ഫെസിലിറ്റികൾ ഇതിൻ്റെ പല സ്ഥലങ്ങളിലും കാണാൻ കഴിഞ്ഞു. ധാരാളം ആളുകൾ ഇതിനകത്തുണ്ട്. പല പല ആവശ്യങ്ങൾക്കായി വന്നവർ. ചിലർ യാത്ര ചെയ്യാൻ, ചിലർ ഷോപ്പിങ്ങിനായി, ചിലർ വെറുതെ കാഴ്ചകൾ കാണാൻ. ഇതാണ് ഈ നിലയുടെ മുൻഭാഗം. ഇവിടെ നിന്നും പല സ്ഥലങ്ങളിലേക്കും ഫെറി സർവീസ് ഉണ്ട്. GVB ഫെറി, അതാണ് ഇവിടെ നിന്ന് സർവീസ് നടത്തുന്നത്. 2 തരം സർവീസ് ഉണ്ട് GVBക്ക്. ഒന്ന് ഫെയർ ഫ്രീ സർവീസ്. അത് പെഡസ്ട്രിയനും സൈക്കിൾ യാത്രക്കാർക്കും ഉള്ളതാണ്. വിവിധ ലേക്കുകളിലേക്കായി 15ഓളം ഫെയർ ഫ്രീ സർവീസ് ഇവിടെ നിന്നുണ്ട്. പിന്നെ രണ്ടാമത്തത് ഫെയർ ഉള്ള GVB സർവീസാണ്. അത് 2 എണ്ണമാണുള്ളത്. കിഴക്ക് പടിഞ്ഞാറായി ഹാർബറിലേക്കുള്ളത്. ഇതിന് തൊട്ട് മുകളിൽ മെട്രോ ട്രെയിൻ സ്റ്റേഷനാണ്. ബസ് സ്റ്റേഷനും ട്രാം സ്റ്റേഷനും ആ ലെവലിലാണുള്ളത്. 16ഓളം ട്രെയിൻ റൂട്ടുകൾ ഇവിടെ നിന്നുണ്ട്. അതുപോലെ 5 മെട്രോ ട്രെയിൻ റൂട്ടുകളും. 1977 മുതലാണ് മെട്രോ സർവീസ് ഇവിടെ ആരംഭിച്ചത്. ഈ നഗരത്തിന് ആംസ്റ്റർഡാം എന്ന് പേര് വരാൻ കാരണം ആംസ്റ്റൽ എന്ന നദിയും പിന്നെ അതിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ഡാമും കാരണമാണ്. ആംസ്റ്റർഡാമിന്റെ ആകെ വിസ്തീർണം
219.32 സ്ക്വയർ കിലോമീറ്ററാണ്. അതിൽ 75% കരയും 25% വെള്ളവുമാണ്. 12-ാം നൂറ്റാണ്ട് വരെ ഇവിടെ ഒരു മീൻപിടുത്ത ഗ്രാമമായിരുന്നു. എന്നാൽ ഡച്ച് ഗോൾഡൻ ഏജ് എന്നറിയപ്പെടുന്ന 17-ാം നൂറ്റാണ്ടിൽ ഇവിടെ ഒരു മേജർ പോർട്ട് വന്നതോടുകൂടിയാണ് ആംസ്റ്റർഡാമിൻ്റെ തലവര മാറിയത് നെതർലാൻഡ് എന്ന രാജ്യത്തിൻ്റെയും കൂടിയാണ്. ഇതുപോലെ പോർട്ട് കൊണ്ട് സമ്പന്നമായ സിംഗപ്പൂരും മലേഷ്യയും ദുബായും ഒക്കെ നമ്മുടെ മുന്നിലുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരു പോർട്ട് വന്നപ്പോഴുള്ള പുകില് നമ്മൾ കണ്ടതാണ്. വിഴിഞ്ഞം പോർട്ടിനെ തടസ്സപ്പെടുത്താൻ ഇപ്പോഴും ചില കുബുദ്ധികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നത് കഷ്ടം തന്നെ. ഇപ്പോൾ അവസാന ലാപ്പായപ്പോൾ അതിൻ്റെ പിതൃത്വത്തിന് മത്സരിക്കുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ തലവരെയും ഇതോടെ മാറുമെങ്കിൽ മാറിക്കോട്ടെ. മുകളിലേക്കും താഴേക്കും പോകുന്നതിനുള്ള ലിഫ്റ്റുകളും എസ്കലേറ്ററുകളും ഉണ്ട് ഇതിനകത്ത്. ഈ കാണുന്നത് നമുക്ക് സ്വന്തമായി ഫോട്ടോ എടുക്കുന്നതിനും പ്രിന്റ് ചെയ്യുന്നതിനുമുള്ള ഒരു സൗകര്യമാണ്. ഒന്നിലേറെ എണ്ണം ഇതുപോലുള്ളത് കാണാൻ കഴിഞ്ഞു ഇതിനകത്ത്. ഇതിനുള്ളിൽ നിന്ന് വിവിധ സ്ഥലങ്ങളിലേക്ക് ഏത് ട്രാൻസ്പോർട്ടിംഗ് മോഡ് ഉപയോഗിച്ചും യാത്ര ചെയ്യുന്നതിനുള്ള ടിക്കറ്റുകൾ ഓൺലൈനായി എടുക്കാൻ കഴിയും. അതിനുള്ള കിയോസ്കുകൾ ഇതിനകത്തുണ്ട്. ആംസ്റ്റർഡാം സെൻറ്ററിൻ്റെ അകമൊക്കെ കണ്ട് പുറത്തിറങ്ങി. അപ്പോൾ കാണുന്ന കാഴ്ചയാണത്. ആ കാണുന്നത് ഒരു മഴവില്ലാണ്. മഴ മാറിയ ലക്ഷണമാണത്. ഇനി മറ്റു സ്ഥലങ്ങളിലൊന്നും യാത്ര ചെയ്യാനില്ല. ഇവിടുത്തെ ടൗൺ സ്ക്വയറും മറ്റും കണ്ട് ഡിന്നറും കഴിഞ്ഞ് മുറിയിലേക്ക് തിരികെ പോകും. കഴിഞ്ഞ ദിവസം സ്റ്റേ ചെയ്ത ഹോട്ടലിൽ തന്നെയാണ് ഇന്നും സ്റ്റേ. തിരികെ പോകാൻ ഇനിയും സമയം ബാക്കിയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ സ്ക്വയർ ഒന്ന് ചുറ്റിക്കാണാം. ഒപ്പം നമ്മളും ഈ ഡച്ചുകാരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയാം. അത് പറയാതെ നെതർലാൻഡ് വിസിറ്റ് പൂർണ്ണമാകില്ല. 17-ാം നൂറ്റാണ്ട് മുതലാണ് ഇവരുടെ മുന്നേറ്റം ആരംഭിച്ചതെന്ന് പറഞ്ഞല്ലോ. ആ കാലഘട്ടത്തെയാണ് ഗോൾഡൻ ഏജ് എന്നറിയപ്പെടുന്നത്. 17-ാം നൂറ്റാണ്ടിൽ ആംസ്റ്റർഡാമിൽ ഒരു പോർട്ട് വന്നു. തുടർന്ന് ഇവിടെ നിന്നും ലോകത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലേക്കും ഇവർ കപ്പൽ മാർഗം യാത്ര ചെയ്തു. ബാൾട്ടിക് കടലിലൂടെ കരീബിയൻ റീജിയനിലേക്കും നോർത്ത് അമേരിക്കയിലേക്കും ആഫ്രിക്കയിലേക്കുമൊക്കെ സഞ്ചരിച്ചു. അതുപോലെ ഇന്ത്യ, ഇന്തോനേഷ്യ, ശ്രീലങ്ക തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളിലും ബ്രസീലിലും ഇവരെത്തി. തുടർന്ന് ആ രാജ്യങ്ങളുമായി ട്രേഡിങ്ങിനായുള്ള കരാറുകൾ ഉണ്ടാക്കി. കരാറുകൾ നടപ്പാക്കാനായി ഇവർ കമ്പനികൾ രൂപീകരിച്ചു. അതാണ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഡച്ച് വെസ്റ്റ് ഇന്ത്യ കമ്പനിയും. 1602 മാർച്ച് 26 നിലവിൽ വന്ന ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 21 വർഷത്തേക്ക് ട്രേഡിംഗ് നടത്താനാണ് ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുമായി കരാറുണ്ടാക്കിയത്. എന്നാൽ കരാറുണ്ടാക്കിയ രാജ്യങ്ങളെല്ലാം തന്നെ പിന്നെ അവർ അവരുടെ കോളനികളാക്കി മാറ്റി. അങ്ങനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയെയും അവരുടെ കോളനിയാക്കി. ആംസ്റ്റർഡാം ആഫ്രിക്കൻ സ്ലേവ്സിന്റെ കച്ചവടം ഉണ്ടായിരുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു. 1814 ബ്രിട്ടന്റെ സമ്മർദ്ദം കൊണ്ടാണ് ആ കച്ചവടം നെതർലാൻഡ് അവസാനിപ്പിച്ചത്. 1815 ഈ രാജ്യം യുണൈറ്റഡ് കിങ്ഡം ഓഫ് നെതർലാൻഡായി മാറിയത്. 19-ാം നൂറ്റാണ്ടിൽ ഇവിടെ ധാരാളം കനാലുകൾ ഉണ്ടാക്കുകയും അത് ഇവിടുത്തെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിന് കാരണമാവുകയും ചെയ്തു. ഇവിടുത്തെ സൈക്കിൾ സംസ്കാരം കാണണമെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്ത് പോയാൽ മതി. അവിടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ആംസ്റ്റർഡാം സെൻട്രലിൻ്റെ അടിനിലയിലാണ് ആ കാഴ്ചയുള്ളത്. ഇവിടുത്തെ സൈക്കിൾ ഉപയോഗം അത് കാണുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും. അവിടേക്ക് പോകുന്നതിന് എസ്കലേറ്റർ ഉണ്ട്.
അത് സൈക്കിൾ കൂടെ കൊണ്ടുവരാനും തിരികെ കൊണ്ടുപോകാനും പാകത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, ലക്ഷക്കണക്കിന് സൈക്കിളുകൾ പാർക്ക് ചെയ്തിരിക്കുന്നു. ഇത് ഇന്ന് ഇവിടെ എത്തി പല സ്ഥലങ്ങളിലേക്കും പോയവരുടെ സൈക്കിളുകളാണ്. സൈക്കിൾ പാർക്ക് ചെയ്യുന്നതിന് പ്രത്യേകമായി നിർമ്മിച്ച ഇടം 2 നിലകളായാണ് പാർക്ക് ചെയ്തിട്ടുള്ളത്. ഈ രാജ്യം ലോകത്തെ സൈക്കിൾ ഫ്രണ്ട്ലി രാജ്യങ്ങളിൽ ഒന്നാണ്. വീടൊന്നിന് 2 സൈക്കിളുകളാണ് ഇവിടുത്തെ ശരാശരി. അതായത് നെതർലാൻഡിലുള്ള വീടുകളുടെ ഇരട്ടി സൈക്കിൾ ഈ രാജ്യത്തുണ്ട്. ഫ്ലാറ്റ് ടെറൈനും മറ്റു വാഹനങ്ങൾ ഡ്രൈവ് ചെയ്യാനുള്ള പ്രയാസവുമാണ് ഇവിടെ ഈ സൈക്കിൾ ഇത്രമാത്രം പോപ്പുലറാക്കിയ കാരണം. ഈ രാജ്യത്ത് 400 കിലോമീറ്റർ ബൈക്ക് പാത്തുണ്ട്. ഇവിടെ സൈക്കിളുകളുടെ ബാഹുല്യം ഉള്ളതുപോലെ തന്നെ മോഷണവും വളരെ കൂടുതലാണ്. ഈ വികസിത രാജ്യത്ത് മോഷണം നടക്കുന്നു എന്നുള്ളത് ഒരു വിരോധാഭാസം തന്നെ. ഇന്ത്യ പോലുള്ള ഡച്ച് കോളനികളിൽ നിന്ന് അവരുടെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ചവരാണ് ഇവരുടെ മുൻ തലമുറക്കാർ. മോഷണം രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ടാവും. എന്തായാലും 2011 ഈ ആംസ്റ്റർഡാമിൽ മാത്രം മോഷ്ടിക്കപ്പെട്ടത് 83,000 സൈക്കിളുകളാണ്. ഇതോടുകൂടി ഇന്നത്തെ കാഴ്ചകൾ അവസാനിപ്പിക്കുകയാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്താൽ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താവുന്നതാണ്. അടുത്ത എപ്പിസോഡ് വരെയും ഗുഡ് ബൈ.